CA രാജീവ് അവസാനമായി കണ്ടത് നിങ്ങളെ. എന്തിനായിരുന്നു അദ്ദേഹം നിങ്ങളെ കാണാൻ വന്നത്? അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള സത്യമാ. ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാ CA രാജീവിനെ പരിചയം. പിന്നീട് അദ്ദേഹം എന്റെ സുഹൃത്തായിട്ട് മാറി. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു. അന്ന് വന്നതും ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പോ ഷെയറോ എന്തെങ്കിലും രാജീവിനുണ്ടായിരുന്നോ? മാഡം എന്തായി പറയുന്നേ? എന്റെ ബിസിനസ്സിൽ രാജീവിന് പാർട്ട്ണർഷിപ്പോ? ഒരിക്കലും ഇല്ല. മാഡം, രാജീവിന്റെ അപകടം അറിഞ്ഞ് ഞാൻ ആകെ വിഷമത്തിലാ. ദയവേത് എന്നോട് ഇങ്ങനൊന്നും ചോദിക്കരുത്. എന്ത് ചോദിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച കേസാണിത്. അയാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. രാജീവിന് അപകടം പറ്റിയത് നിങ്ങൾ എപ്പോഴാ അറിഞ്ഞത്? ഇന്നലെ രാവിലെ. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അറിഞ്ഞത്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയോ? ഇല്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ആരെയാ വിളിച്ച് അന്വേഷിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യയാണോ? അല്ല, ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചത്. ഓ, അങ്ങനെ. ഇത്രയ്ക്ക് അടുത്ത സുഹൃത്തായിരുന്നിട്ടും രാജീവിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടും ഇതുവരെ നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയില്ല. വൈ? മാഡം, ഞാനും ആ ഷോക്കിലാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ഒന്ന് കാണാൻ പോലും കഴിയില്ല. രാജീവുമായി പരിചയമുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടോ ആ കുടുംബമായിട്ടോ എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് ബോധം വരുമ്പോ പോയി കാണാനിരിക്കുക ഞാൻ. അപ്പോ നിങ്ങളും അദ്ദേഹം തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഉറപ്പല്ലേ? ഷോ മാം. തനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് രാജീവ് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇടയ്ക്കാരോ ക്വാർട്ടേഴ്സിൽ കയറി അദ്ദേഹത്തിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഓർമ്മ വന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇതൊരു ഫസ്റ്റ് റൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യൽ മാത്രമാണ്. രാജുവേട്ട, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. ആരാ രാജുവേട്ട ഇതൊക്കെ ചെയ്തേ? പറ രാജുവേട്ട. എന്താ രാജുവേട്ട? എന്താ വേണ്ടത്? ആരാ? ഗോകുലാണോ? പിന്നെ ആരാ? പറ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ രാജുവേട്ട. എന്റെ ദൈവമേ, രാജീവേട്ടനെ കൊല്ലാൻ ശ്രമിച്ച കാര്യമാണോ ഈ പറയുന്നത്? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറ രാജീവേട്ട. എന്താ ഈ പറയുന്നേ? മാഡം, അധികം ഒന്നും സംസാരിപ്പിക്കണ്ട. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സർ, ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. മരുന്നിന്റെ സെഡേഷൻ നല്ലതുപോലെയുണ്ട്. കുറച്ച് കഴിയട്ടെ, ഞാൻ വിളിച്ചോളാം. ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് വീണ്ടും പ്രോബ്ലം ആവും. മാഡം പോയിക്കോളൂ പ്ലീസ്. പോട്ടെ. ബാധ്യതയാണോന്ന് ചോദിച്ചാൽ ബാധ്യത തന്നെ. പക്ഷെ അല്ല, ഇപ്പൊ എന്ത് ചെയ്യും? ശിശിരിച്ച് നോക്കില്ല. ഇവിടെ തനിക്ക് അവളെ ശരിക്കും അറിയാൻ വയ്യാത്തോണ്ട് അവൾ അവനെ വല്ല വിഷവും കൊടുത്ത് കൊല്ലാതിരുന്ന ഭാഗ്യം. അങ്ങനെയൊന്നും പറയാതെ ഗോകുൽ. ശിശിരേച്ചി രാജീവിന്റെ ഭാര്യയല്ലേ? തന്നെയല്ല, നമ്മളോടെല്ലാം വാശി പിടിച്ച് കല്യാണം കഴിച്ചതല്ലേ? അപ്പൊ പിന്നെ അത്രയ്ക്ക് സ്നേഹ രാജീവിനോടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ശിശിരേച്ചി നോക്കിക്കോളും. താലി കെട്ടിയ ഭർത്താവല്ലേ, അങ്ങനെ ഉപേക്ഷിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. ഞാൻ എന്റെ പെങ്ങളുടെ കാര്യ പറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ? രാജീവിന് ഭേദാവുന്നവരെ ശിശിരേച്ചെ സഹായിക്കാൻ നമുക്കൊരു ഹോം നഴ്സിനെ വെച്ചാലോ? ഏതെങ്കിലും ഏജൻസി വിളിച്ചു പറഞ്ഞാ നല്ല ഹോം നഴ്സുമാരെ കിട്ടുമല്ലോ. താൻ ചുമ്മാ അങ്ങോട്ട് കയറി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. നമ്മളോടത് വേണം എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യുക. ഗൂഗിൾ, ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യണം.
ശിശിരേച്ചിയോട് ഞാൻ സംസാരിച്ചോളാം. ഒരു അപകടം പറ്റുമ്പോ നമ്മൾ ആരും കൂടെ ഇല്ലെന്ന തോന്നല് ചേച്ചിക്ക് രാജീവിനും ഉണ്ടാവാൻ പാടില്ല. ഈ സമയത്തല്ലേ നമ്മൾ അവരോടൊപ്പം നിൽക്കേണ്ടത്. ബന്ധങ്ങൾ എന്നും ചേർന്ന് തന്നെ നിൽക്കണം. എടുക്ക്. ഹലോ, എന്തായി കാര്യങ്ങൾ? ഓ, മതി, എന്നെ അറിയിച്ചാ മതി. ആ ശരി. ആരാ മൂർത്തി? ആശുപത്രിയിലെ കാര്യങ്ങൾ അറിയാൻ നമ്മളവിടെ ഒരു നഴ്സിനെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ, അവരാ വിളിച്ചത്. അവരെന്താ പറഞ്ഞത്? അയാളുടെ നില ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അയാളെ റൂമിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. പിന്നെ പോലീസ് മൊഴിയെടുക്കാൻ ചെന്നിരുന്നു. എന്നിട്ട് രാജീവ് ആരുടെങ്കിലും പേര് പറഞ്ഞു? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അറിയില്ലെന്ന് അയാൾ പറഞ്ഞത്. ആ സമയത്ത് ഇരുട്ടായതുകൊണ്ട് ആരും ഞങ്ങളെ കണ്ടുകാണാൻ സാധ്യതയില്ല. അത് തെറ്റാണ് മൂർത്തി. ആർക്ക് മനസ്സിലായില്ലെങ്കിലും രാജീവിന് ചിലതൊക്കെ മനസ്സിലായി കാണും. അല്ല, മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? രാജീവിന്റെ മനസ്സിൽ അയാളെ ആക്രമിച്ചവരെ കുറിച്ച് എന്തായാലും ഒരു കണക്കൂട്ടൽ കാണും. എന്നിട്ടും അയാൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് മറ്റെന്തോ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ടാ. എന്ത് കണക്കുകൂട്ടൽ? ഒരു പോലീസുകാരൻ എത്ര വയ്യാതെ കിടന്നാലും അവന്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ചില ഓർമ്മകൾ ഉണ്ടാവും. മൂർത്തിക്ക് പറയാമോ അതെന്തായിരിക്കുമെന്ന്? ഇല്ല മാഡം. എന്നാലേ എനിക്കറിയാം.